ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് വിൻറ്റേജ് സംവിധാനം ചെയ്ത സിനിമയാണ് സൂപ്പർ സിന്ദഗി. ധ്യാനിൻ്റെ കഴിഞ്ഞ ആഴ്ച റിലീസായ പടം. കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ കാരണം ഓരോ ആഴ്ച ഓരോന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കോൾമി ഷസം എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് വൈകുന്നേരം ലൈവ് വരും. അതുപോലെ എല്ലാ വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കുറച്ച് തിയേറ്റർ ധ്യാനിന് വേണ്ടി മാറ്റി വയ്ക്കണം. പുള്ളി അത്രയും കൃത്യനിഷ്ഠയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ ആഴ്ചയും ഓരോ പുതിയ സംവിധായകരെ മലയാളത്തിന് സംഭാവന ചെയ്യുന്നു. അങ്ങനെ കിട്ടിയ ഒരു പുതിയ സംവിധായകനാണ് വിൻറ്റേജ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പുള്ളിയുടെ പടം എനിക്ക് ഈ ഒരു അപരാധമായിട്ട് തോന്നിയത് നമ്മുടെ മലയാളം ജയിലർ മാത്രമാണ്. ബാക്കിയൊക്കെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക, ഒരു നിർഗുണ പരബ്രഹ്മം, ഒരു കാര്യമില്ലാതെ വെറുതെ ഗുണമില്ല ദോഷമില്ല ഒരു പടം നമുക്ക് കണ്ട് കളയാം എന്നുള്ള. ഇപ്പോൾ ഈ പറഞ്ഞ ചീന ട്രോഫി ആണെങ്കിലും ഈ നദികളിൽ സുന്ദരി യമുനയാണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, കണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരു ഇതിൽ പോവുക. അങ്ങനെ അല്ലാതെ മറ്റേ ഉറപ്പിച്ച് ഏച്ചു പോടാ എന്തിനടെ അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ല. അതെനിക്ക് ജയിലർ മാത്രമാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് പോയ ഒരു സിനിമയാണ് സൂപ്പർ സിന്ദഗി. പടം പടം ഭയങ്കര പ്രൊമോഷനാണ്. ഇവരെ നമ്മൾ അഖിൽ എന്നാർഡി, വെട്ടിയാര് ഇവരെയൊക്കെ വെച്ചിട്ടൊക്കെ നല്ല ഹെവി പ്രൊമോഷൻ. ആ പ്രൊമോഷനിലുണ്ടായിരുന്ന കോമഡി അതെങ്കിലും ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അതുപോട്ട് ഈ പടം എന്ന് പറയണത് എവിടെ ഒരു ന്യൂസ് നടന്നു, ഒരു തട്ടിപ്പ്, അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് ഇതുവരെ ഒരു സിനിമയിലും ഇങ്ങനെ വന്നിട്ടില്ല, ഇങ്ങനൊരു ത്രെഡ്, ഇതെടുത്ത് വെച്ചൊരു സിനിമയാക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനമാണ് മെയിനായിട്ടുള്ളത്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വലിച്ചു നീടുക്കി ഒരു 2 മണിക്കൂറോളം ഉള്ള ഒരു സിനിമയാക്കി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ ധ്യാൻ ശ്രീനിവാസൻ പുള്ളി എല്ലാ സിനിമയിലും വരുന്നത് പോലത്തെ ഒരു കഥാപാത്രം, മടിയൻ അലസൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഔട്ട്ഫിറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഡ്രസ്സിങ് മറ്റൊക്കെ ഒരുമാതിരി വാങ്ങിയ ഒരു ഷർട്ടും ഇതൊക്കെ അല്ലേ, ഇതിൽ പകരം ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അത് ആരാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ, അവാർഡ് കൊടുക്കണം കേട്ടോ. നല്ല ചെയറുണ്ട് ധ്യാൻ ശ്രീനിവാസന്. അങ്ങനെ ഒരു കഥാപാത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് മുജീബിക്കയായിട്ടാണ് മുകേഷ് വരുന്നത്. ധ്യാനിൻ്റെ അമ്മയായിട്ട് ശ്രീജ രവി വരുന്നുണ്ട്. ശ്രീജ രവിയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ മോൻ ഇങ്ങനെ ജോലിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പയ്യൻ്റെ അമ്മ എങ്ങനെ ബിഹേവ് ചെയ്യുക അത് തന്നെയാണ്. എപ്പോഴും ഫോൺ വിളിച്ചിട്ട് നീ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നുകൊണ്ട് ഉറപ്പിക്കലാണ് പുള്ളിക്കാരിയുടെ പരിപാടി. പിന്നെ ഒരു നായികയുടെ ഒരു സ്ഥാനത്ത് പാർവതി നായരുണ്ട്. ഫുൾ ടൈം ഫോൺ വിളിച്ചിട്ട് എടാ നീ എന്താടാ ഉത്തരവാദിത്വം ഇല്ലാത്തവനെ, നീ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ച് ഇവൻ്റെ മണ്ടേ കയറുന്ന ഒരു കഥാപാത്രം. ഇവൻ്റെ അടുത്ത് പ്രേമമാണ്, എന്നാൽ ഫുൾ ടൈം മറ്റേ കലിപ്പൻ്റെ കാന്താരി സെറ്റപ്പാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഡയാന ഹമീദുണ്ട്. ഡയാന ഹമീദ് എന്തിനാണ് വന്നത് പോയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡയാന ഹമീദ് സിനിമയിലുണ്ടായിരുന്നു ആദ്യ തുടക്കത്തിൽ ആൾക്കാരിയായിട്ട്. പിന്നെ ഋതു മന്ത്രയുണ്ട്. ഋതു മന്ത്ര ഒരു ഡാൻസ് ഒരു പാട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം ലാപ്ടോപ്പും പൊക്കി പിടിച്ചുകൊണ്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്തോ ജോണി ആൻ്റണിയുടെ. ജോണി ആൻ്റണി പിന്നെ ഈ സിനിമകൾ ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാ സെറ്റിലും പോയി നോക്കുമെന്നാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഒരു റോള്, ഇങ്ങനെ ഒരു റോൾ ഇതിനകത്ത് കയറ്റാം, കഥയ്ക്ക് വലിയ ബന്ധമൊന്നും കാണൂല, വെറുതെ ഒരു റോൾ കിടക്കട്ടെ എന്നുകൊണ്ട് പുള്ളിക്കാരന് ഒരു റോൾ കൊടുക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനത്തെ ഒരു റോളാണ് ജോണി ആൻ്റണിക്ക് ഇതിലുള്ളത്. ഈ സിനിമ തുടങ്ങി ഇതിങ്ങനെ വലിഞ്ഞ് ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇയാൾ എന്താണ് ഏതാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ അതിനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എത്ര സമയമെന്ന് അറിയാമോ. അതിൻ്റെ ഇടയിൽ കുറേ പാട്ടുകൾ വന്നു പോകണുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടങ് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. കാണാനല്ല, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പാട്ടും എനിക്കിഷ്ടമുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണ ഉണ്ട് കേട്ടോ. സുരേഷ് കൃഷ്ണ ഉള്ള സീനിലൊക്കെ വേറൊരു പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പടത്തിൻ്റെ ഗ്രാഫ്, അതായത് ഈ വെള്ളത്തിൻ്റെ അടി കിടക്കുന്ന പടത്തിനെ ഒന്ന് പൊക്കി മുകളിൽ ഇട്ട് 2 ശ്വാസം എടുത്തിട്ട് താഴെ ഇറക്കൂലേ, അതുപോലെയാണ് സുരേഷ് കൃഷ്ണ വരുന്ന സീനുകളൊക്കെ. പുള്ളി ഒന്ന് പൊളിച്ചടക്കിയിട്ട് പോയിട്ടുണ്ട്. പുള്ളിൻ്റെ ഈ ഗ്രനേഡിനകത്ത് നിന്ന് BP ഗുളിയൊക്കെ എടുത്തിട്ടുള്ള ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ പുള്ളിക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വന്ന് തുടങ്ങി ഒരു മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ടെൻഷൻ ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ആ സമയത്തൊക്കെ സ്കോറിംഗ് ഒക്കെ കൊടുത്തിങ്ങനൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. സൂരജ് എസ് കുറുപ്പാണ് മ്യൂസിക്കൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു പിരിമുറുക്കമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു ആകാംക്ഷ നമ്മൾ ജനിപ്പിക്കുന്നുണ്ടില്ല. ആ നടക്കണതൊക്കെ മൊത്തം അപരാധിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ ഇത് വീണ് കിട്ടുന്നിടത്ത് ഇവർക്ക് ഓരോ കച്ചിത്തുരുമ്പുകൾ കിട്ടൂല, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ കഥയിട്ട് ഒരു റിയലിസ്റ്റിക് സ്വഭാവമോ യാതൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അങ്ങനെ പോയിട്ട് സുരേഷ് കൃഷ്ണ പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആ സീനുകളൊക്കെ ഒന്ന് ഹൈ ആയിട്ടുണ്ട്, പുള്ളിക്കാരെ കുറച്ച് ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഉണ്ടേ, അയ്യോ ധ്യാൻ ഓടി തോപ്പിക്കണൊക്കെ ഉണ്ട്. ധ്യാൻ്റെ ഓട്ടോ ഒക്കെ കാണാം, നല്ല രസമാണ്. നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യുന്നതെന്ന് പറയും. നമുക്കും അത്ര ഭയങ്കര മറ്റേ ജിം ആൻഡ് ബോഡി ഒന്നുമല്ലല്ലോ, നമുക്ക് പുള്ളിക്കാരനെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. നല്ലൊരു സിനിമയിൽ നായകനായിട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. പുള്ളിയുടെ ഫീൽഡ് അതല്ലേ, പുള്ളിയുടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഫിറ്റായിട്ടിരുന്നാൽ പുള്ളിക്ക് നല്ലത്. എനിക്കും തരും എന്തൊരു പറയേ. പിന്നെ സിനിമോട്ടോഗ്രാഫി കുറേ വൈഡ് ആംഗിൾ ഷോട്ട്സ്, ഏരിയൽ ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
കാടും പശ്ചാത്തലവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമാറ്റോഗ്രഫി ആണെന്നാണ് എനിക്ക് തോന്നിയത് പടം കണ്ടപ്പോൾ. എൽദോ ഐസക്കാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. പടം കണ്ടിട്ട് പിന്നെ ടൈലൻഡ് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണോ എന്ന് തോന്നുന്നു, വെറുതെ എന്തെങ്കിലും ഒരു 2 മണിക്കൂറിൽ കൂടുതലാക്കണമെന്ന് നിർബന്ധമുള്ളത് പോലെ അതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓവറാൾ ഇതൊക്കെയാണടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ധ്യാൻ ശ്രീനിവാസൻ്റെ എല്ലാ ആഴ്ച ഇറങ്ങും പോലത്തെ ഒരു സിനിമ, ഒരു നിർഗുണ പരബ്രഹ്മം. ആർക്കും ഒരു ഗുണവുമില്ല ദോഷവുമില്ല. ഒരു പടം വന്നിട്ട് പുള്ളി റിലീസ് ചെയ്തിട്ട് അങ്ങ് പോയി. വേണമെങ്കിൽ കണ്ടാൽ ഇല്ലെങ്കിൽ കാണണ്ട. ആർക്കും ഒരു പരാതിയില്ല, എല്ലാവരും ഹാപ്പി. അങ്ങനത്തെ ഒരു സിനിമ സൂപ്പർ സിന്ദഗി. വരട്ടെ.